പങ്കുവയ്ക്കുകയായിരുന്നു. പത്മജ വേണുഗോപാലിനെതിരെ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. കെ കരുണാകരനെ അപമാനിച്ചതിന് പത്മജയ്ക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. പത്മജയുടേത് ശ്രദ്ധ ആകർഷിക്കാനുള്ള ശ്രമമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പത്മജ വേണുഗോപാലിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, ഞങ്ങളുടെ എല്ലാവരുടെയും അനിഷേധ്യ നേതാവായ ഈ പാർട്ടിയെ സ്വന്തം ചോരയും ജീവനും ജീവിതവും കൊടുത്തുണ്ടാക്കിയ കെ കരുണാകരൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ അപമാനിച്ചതിന് പത്മജയ്ക്കെതിരെ ഞങ്ങളാണ് കേസ് കൊടുക്കേണ്ടത്. പത്മജ വേണുഗോപാൽ കേരളത്തിൽ BJPയിലേക്ക് എൻ്റർ ചെയ്തതിന് ഇനി എൻ്റെ എതിരെ ഒരു കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം വിസിബിലിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും. അത് നടന്നോട്ടെ. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിക്കുള്ള നീക്കം പത്മജയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇന്നലെ പത്മജയുടെ മറുപടിക്ക് ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലൊരു മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് എന്താണ് ജയശങ്കർ? അതായത് കെ കരുണാകരനെ ഒരു തരത്തിലും താൻ അപമാനിച്ചില്ല എന്നൊരു നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത്. തൻ്റെ പ്രസ്താവന അത് തികച്ചും രാഷ്ട്രീയമായിരുന്നു. ആ പ്രസ്താവനയിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും രാഹുൽ ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പത്മജയ്ക്കെതിരെ തങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാണ് കേസ് കൊടുക്കേണ്ടതെന്നാണ് രാഹുൽ പറയുന്നത്. കാരണം കരുണാകരൻ്റെ ലെഗസിയെ അപമാനിച്ചാണ് പത്മജ BJPയിലേക്ക് പോകുന്നത്. ഇത് കരുണാകരനോട് വലിയ വഞ്ചനയാണ്. ഇതിനെതിരെ തങ്ങളാണ് കേസ് കൊടുക്കേണ്ട നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവെക്കുന്നത്. എന്തായാലും പത്മജയ്ക്കെതിരെ പറഞ്ഞ വാക്കുകൾ ഇല്ലെങ്കിൽ ആ പ്രസ്താവന ഒരു തരത്തിലും പിൻവലിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഒപ്പം തന്നെ പത്മജയ്ക്കല്ല കെ കരുണാകരൻ്റെ ലെഗസി, അത് കെ മുരളീധരൻ അവകാശപ്പെട്ടതാണെന്നും രാഹുൽ ആവർത്തിക്കുന്നുണ്ട്. ഇന്നലത്തെ പ്രസ്താവനകൾ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങണം, വർക്ക് ഫ്രം ഹോം അവസാനിപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങണം, അപ്പോഴാണ് താനൊക്കെ ഗ്രൗണ്ടിലുണ്ടോ എന്നുള്ള കാര്യം പത്മജയ്ക്ക് മനസ്സിലാകുക എന്നും രാഹുൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എല്ലാം അറിയിച്ചിരുന്നു. എന്തായാലും പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നടക്കുന്നു. എന്തായാലും ഇനിയും തുടർന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് സമാനമായ പ്രതികരണത്തിനുള്ള സാധ്യതകളുണ്ട്. ഇതിനെതിരെ എല്ലാം ഏതുവരെ കേസുമായി പത്മജയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതും ഒരു ചോദ്യമാണ്. ഇതെല്ലാം ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വാക്കുതർക്കങ്ങളായി മാത്രം പരിഗണിക്കാൻ കാര്യന്ന ഒരു കാര്യം കൂടിയാണ്. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.